ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതായത് മുന്നത്തെ ട്യൂട്ടോറിയലുകളെല്ലാം ഞാൻ ഓരോ വെബ്സൈറ്റിൻ്റെ ചെറിയ ചെറിയ പോർഷൻസിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. അതിൽ 3 ടെക്നോളജീസാണ് ഞാൻ പറഞ്ഞു തന്നുള്ളത്: HTML, CSS, ബൂട്ട്സ്ട്രാപ്പ്. മുന്നത്തെ ട്യൂട്ടോറിയൽ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടിട്ട് വേണം ഈ ട്യൂട്ടോറിയൽ നോക്കാൻ, എങ്കിലേ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാൻ മുന്നത്തെ ട്യൂട്ടോറിയൽ കുറച്ച് വെബ്സൈറ്റിന് കുറച്ച് പേജ് ഉണ്ടായിട്ടുണ്ട്. ഹോം പേജ്, അബൌട്ട് അസ്, സർവീസ്, കോൺടാക്ട്സ് എന്നീ പേജുകൾ. നമുക്ക് എങ്ങനെ ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആക്കാമെന്ന് നോക്കാം. ഹോം പേജിൽ നമുക്ക് മെനു ഉണ്ട്, അത് കംപ്ലീറ്റ് ആണ്. അതുപോലെ ബാനർ ഉണ്ട്, അത് കംപ്ലീറ്റ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, വെൽക്കം ടു മലയാളം. ഇതിൻ്റെ അടിയിൽ നമുക്കൊരു കുറച്ച് കണ്ടന്റ് കൊടുക്കാം. ഞാൻ ഹോം index.html പോവുകയാണ്, അതാണ് ഹോം. റിസൾട്ട് കോഡ് കഴിഞ്ഞു. ഇവിടെയാണ് ഞാൻ വെൽക്കം ടു മലയാളം ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിനൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാക്കാം. അതിനിവിടെ div ക്ലാസ് കണ്ടെയ്നർ എന്ന് കൊടുക്കാം, എങ്കിലേ അത് സെൻറ്ററിൽ കിട്ടുള്ളൂ. അത് കൊടുത്തു. ആ h1 ടാഗിന് നമ്മൾ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാക്കി. ഇതിൽ കുറച്ച് ടെക്സ്റ്റ് കൊടുക്കണം h1ൻ്റെ അടിയിൽ. അതിന് നമുക്കൊരു p ടാഗ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഡമ്മി ടെക്സ്റ്റ് കോപ്പി ചെയ്യാണ്. ലിപ്സ് എന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡമ്മി ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. അത് ഞാൻ പിൻ്റെ ഉള്ളിൽ കൊടുത്തത്, ഈ ടാഗിൻ്റെ ഉള്ളിൽ. ഇനി നമുക്കൊരു വെബ്സൈറ്റ് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ഇതിൻ്റെ വെൽക്കത്തിൻ്റെ അടിയിൽ കുറച്ച് ടെക്സ്റ്റ് കിട്ടി. ഇനി നമുക്കൊരു ഫൂട്ടർ പാർട്ട് കൊടുക്കാം. അടിയിൽ ഫൂട്ടർ പാർട്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ കോപ്പിറൈറ്റഡ് ബൈ നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാൻ വേണ്ടി മാത്രം. അതിന് ഞാൻ ഏറ്റവും അടിയിലായിട്ടൊരു ഡിവിഷൻ തുടങ്ങാൻ, ക്ലാസ് ഫൂട്ടർ എന്ന പേര് കൊടുത്തു. ഈ ക്ലാസ് നമുക്ക് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ സ്റ്റൈൽസ് എല്ലാം നമുക്ക് എഴുതണം. അതിന് ഞാൻ CSS ഉള്ളിൽ പോയിട്ട് ഫൂട്ടർ ക്ലാസ് അല്ല, ഡോട്ട് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. ഫൂട്ടർ കൊടുത്താൽ വിഡ്ത്ത് നമുക്ക് 100% വേണം, അത് കൊടുത്തു. 100%. പിന്നൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേ ബ്ലാക്ക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് വൈറ്റ് വേണം, അപ്പോൾ കളർ വൈറ്റ് കൊടുക്കാം. അതിന് വൈറ്റിൻ്റെ കോഡ് FF ആണ്. 6 കൊടുക്കുക, അല്ലെങ്കിൽ 3 ടൈംസ് കൊടുക്കുക. എന്തായാലും ഇത് വരും. പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് സെൻറ്ററിൽ വേണം, അപ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കുക. നമ്മൾ എന്ത് ടെക്സ്റ്റ് കൊടുത്താലും സെൻറ്ററിൽ വരും. പിന്നെ നമുക്ക് കുറച്ച് പാഡിങ് വേണം, മുകളിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ പാഡിങ് ഒരു 20 പിക്സ് മുകളിലും താഴെയും, പിന്നെ ലെഫ്റ്റ് റൈറ്റും 0. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് കൊടുക്കാം. കോപ്പിറൈറ്റ് ബൈ വെബ് മലയാളം കൊടുക്കാം. ഇനി നമുക്ക് സേവ് കിട്ടുന്ന റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഫൂട്ടർ പാർട്ട് വന്നു. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൈലിൽ ഈ ഫൂട്ടറിൻ്റെ ഡിവിഷനിൽ മാർജിൻ ടോപ്പ് കൊടുക്കാം. മാർജിൻ ടോപ്പ് 50 പിക്സൽ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം.
കണ്ടോ അവിടെ കുറച്ച് നല്ല സ്പേസ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഹോം പേജ് കംപ്ലീറ്റ് ആയി. മെനു ഉണ്ട്, ബാനർ ഉണ്ട്, ടെക്സ്റ്റ്. നമ്മൾ സിമ്പിളായിട്ട് ചെറിയൊരു വെബ്സൈറ്റാണ് ചെയ്യുന്നത് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമുക്ക് ബാലൻസ് ഉള്ളത് അബൌട്ട് അസ് പേജാണ്. ഇതിപ്പോൾ നമുക്ക് കാണാൻ ലുക്കില്ലാതെ ഒരു പേജായി കിടക്കുകയാണ്. ഞാൻ അബൌട്ട് അസ് ഓപ്പൺ ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ HTML ഫോൾഡറിനുള്ളിലാണ് അബൌട്ട് അസ് ഓപ്പൺ ചെയ്തത്. ഇതിന് നമുക്ക് ഹെഡറിൽ നമ്മൾ സ്റ്റൈലിൻ്റെ CSS ബൂട്ട് സ്ട്രാപ്പ് ഒന്നും കാണിക്കുന്നില്ല. ആദ്യം നമുക്ക് അതെല്ലാം കാളി ചെയ്യണം. നമ്മൾ ഹോം പേജിൽ പോയി ഹെഡിലുള്ള സ്റ്റൈല്, പിന്നെ വ്യൂ പോർട്ട്, ബൂട്ട് സ്ട്രാപ്പിൻ്റെ ലിങ്ക്സ് എല്ലാം നമ്മളവിടെ കൊണ്ടുപോയി ഇടണം. അത് പേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ പഴയ മെനു കിടക്കുന്നത്, അത് ബൂട്ട് സ്ട്രാപ്പ് മെനു കൊടുക്കും. അതും ഹോം പേജിൽ നിന്ന് നമ്മൾ എല്ലാ പേജിലും സെയിം മെനു ആണ് കോപ്പി ചെയ്യേണ്ടത്. ഹോം പേജിൽ നിന്ന് കോപ്പി ചെയ്തു അതിനാവും തുടക്കം മുതൽ ലാസ്റ്റ് വരെ. ഇനി നമുക്കൊന്ന് നോക്കാം എന്ത് മാറ്റം സംഭവിച്ചില്ല. കണ്ടോ, നമ്മൾ മെനു കിട്ടി. ഈ കണ്ടന്റ് ഇപ്പോൾ ഫുൾ വിഡ്ത്തിലെടുക്കാം. നമുക്കൊന്ന് സെൻറ്റർ അലൈൻ ചെയ്യണം. അതിൻ്റെ കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ മുതൽ ലാസ്റ്റ് വരെ കൊടുക്കേണ്ടത്. അത് നമുക്ക് div ടാഗ് ഓപ്പൺ ചെയ്യാം. ക്ലാസ് കണ്ടെയ്നർ, അതിൻ്റെ ക്ലോസ് ചെയ്യേണ്ടത് ലാസ്റ്റ്. എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് അബൌട്ട് അസ് പേജ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ഹോം പേജിൽ ഒരു ഫൂട്ടർ ഇട്ടിട്ടുണ്ട്. സെയിം ഫൂട്ടർ തന്നെ ഈ അടിഭാഗം നമുക്ക് അബൌട്ട് അസിലും കൊണ്ടുവരണം. അതിനു വേണ്ടി ഞാൻ ഹോമിൽ പോവുകയാണ്. ഈ ഫൂട്ടർ അത്രയും ഡിവിഷൻ നമുക്ക് കോപ്പി ചെയ്തിട്ട് അബൌട്ട് അസിൽ കൊണ്ടുവരണം. ലാസ്റ്റിലായിട്ട് കണ്ടോ, നമുക്ക് ആ അബൌട്ട് നോക്കാം. കണ്ടോ, ഫൂട്ടർ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൊരു അബൌട്ട് പേജും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമുക്ക് സർവീസ് പേജ് നോക്കാം. അതിൽ നമ്മൾക്ക് ഇതേപോലെ ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്യണം. മെനു, ഫൂട്ടർ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സർവീസ് പേജ് ഓപ്പൺ ചെയ്യാം. സർവീസ് ഫോട്ടോ കൊണ്ട് കോപ്പി ചെയ്താണ്. പിന്നെ വേണ്ടത് മെനു ആണ്. മെനു അതുകൊണ്ട് കോപ്പി ചെയ്താണ്. പഴയ മെനുവിനെ ഓവർറൈറ്റ് ചെയ്യുക. പിന്നെ വേണ്ട ബൂട്ട് സ്ട്രാപ്പിൻ്റെ ലിങ്ക്സ്, CSSൻ്റെ ലിങ്ക്സ് ഒക്കെയാണ്. അപ്പോൾ CS ലിങ്ക്സ് മുതൽ ബൂട്ട് സ്ട്രാപ്പിൻ്റെ കാളിയുന്ന എല്ലാ ലിങ്ക്സും അങ്ങോട്ട് കൊണ്ടുപോയി കോപ്പി ചെയ്യണം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, സർവീസ് പേജ് നമുക്ക് അട്രാക്റ്റീവ് കിട്ടി. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് കണ്ടന്റുകളെ കൊടുക്കുന്നുള്ളൂ. ഇത് ട്യൂട്ടോറിയലിന് വേണ്ടി മാത്രം. അടുത്ത നമുക്ക് കോണ്ടാക്ട്സ് പേജ് നോക്കാം. കോണ്ടാക്ട്സിൽ ഫോം ഉണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഞാൻ കോണ്ടാക്ട്സിൽ ഫൂട്ടർ മാത്രമേ കുറവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫൂട്ടർ കോപ്പി ചെയ്തിടാം. അത് contacts.html ഏറ്റവും അവസാനം കൊണ്ടുവരാം. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. കോണ്ടാക്ട്സ് പേജിൽ പിന്നെ ഇല്ലാത്തത് നമ്മൾ സ്റ്റൈലിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടില്ല. അത് അതേപോലെ കോപ്പി ചെയ്തിട്ട് കോണ്ടാക്ട്സ് പേജിൽ കൊടുക്കാം. ഇവിടെ സ്റ്റൈലിൻ്റെ ലിങ്ക് ഇല്ല. അത് കോപ്പി ചെയ്യാം. ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. കണ്ട, ഫൂട്ടർ വന്നു. നമ്മൾ ചെറിയൊരു വെബ്സൈറ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടി
ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കോൺടാക്റ്റ് ഫോം സബ്മിറ്റ് ചെയ്ത് ഇമെയിൽ അയക്കുന്ന ആ ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ PHP ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് അത് മനസ്സിലാക്കാം. ഇപ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അടുത്ത ട്യൂട്ടോറിയൽ ഞാൻ എങ്ങനെ വെബ്സൈറ്റ് സെർവറിൽ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്ത് നമ്മൾ സാധാരണ അഡ്രസ് ബാറിൽ അടിച്ചെടുക്കുമല്ലോ, www അങ്ങനെ അടിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം.